മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കിരൺ ഇങ്ങനെ ഓഫീസിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈജു വരുവാണ്. ബൈജു അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രതീഷും വന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടും എല്ലാവരും കിരണിൻ്റെ ഇരിപ്പ് ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുകയാണ്. കിരൺ പതുക്കെ എഴുന്നേൽക്കുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് അന്വേഷിക്കണമെന്ന് തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ബൈജു പറയാം, അതേ അളിയാ, നമ്മളെല്ലാവരും അന്വേഷിക്കണം, ഞങ്ങൾ രണ്ടാളും കൂടെ വരാം, അന്വേഷിച്ചേ പറ്റൂ അളിയാന്ന് ബൈജു പറയുവാണ്. ബൈജു പറയാണ്, വല്ല തലയോട്ടിയോ മറ്റുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സമാധാനമാകുമല്ലോ, അതുകൊണ്ട് എന്തായാലും അളിയാ പോവാമെന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയും, അവിടെ നല്ല വെള്ളച്ചാട്ടവും കാടും ഒക്കെയുള്ള സ്ഥലമാണ്, ഇപ്പം തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാവും, അപ്പോൾ അത് നമുക്ക് പോലും അപകടമാണ്, നമുക്ക് എന്തായാലും അതിരാവിലെ പോവാമെന്ന് പറയുവാണ്. നമുക്കൊരു ഉച്ചവരെയൊക്കെ അവിടെ തിരച്ചിൽ നടത്താമെന്ന് പറയുമ്പോൾ രതീഷ് ചോദിക്കുക, അത് അവിടെ കടത്തുള്ള സ്ഥലമല്ലേ? അതേന്ന് കിരൺ പറയാം, പക്ഷെ ഞാനവിടെ നീന്തിയാണ് പോയത് എന്ന് കിരൺ പറയുവാണ്. അപ്പോൾ ബൈജു പറയാണ്, കാലിന് വയ്യാത്ത കൊണ്ടാണ് അളിയ ഞാൻ കൂടെ ഓടാഞ്ഞത്, പക്ഷേ അന്ന് ഏതെങ്കിലും ഒരു ബൈക്ക് എടുത്ത് അളിയൻ്റെ ഒപ്പം വരേണ്ടതായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണെന്ന് ബൈജു പറയുകയാണ്. ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ചത്ത് മലച്ച് കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങ് പൂരമുള്ളായിരുന്നു എന്ന് ബൈജു പറയുവാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പോയെന്നേ ഉള്ളൂ, പിന്നെ അവനെ തല്ലിയതും കൊക്കയിലെറിഞ്ഞതൊക്കെ ഞാനാണ്, അവൻ ഇനി തിരിച്ചു വരില്ല, പിന്നെ എല്ലാവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി അന്വേഷിക്കാം എന്നാണ് കിരൺ പറയുന്നത്. അപ്പോൾ രതീഷ് പറയാണ്, അതേ കാട്ടിൽ വെച്ചിട്ടൊരല്പം ജീവനോടെ ഇവൻ ആർക്കും കാട്ടിലെ ആൾക്കാർ താമസം ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അവർക്ക് കിട്ടിയ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് മരുന്ന് പോലെയൊന്നുമല്ല, കാട്ടിലെ മരുന്നെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അവനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് പറയുവാണ്. ബൈജു പറയാ, അളിയ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം, നമുക്ക് മൂന്നാൾക്കും കൂടി അങ്ങോട്ട് പോകാം, കാരണം അവനെങ്ങാനും ജീവനോടെ ഉണ്ടെങ്കിലോ. അപ്പോൾ കിരൺ പറയും, ഇവിടെ ഒരു 1% മാത്രമേ ഉള്ളൂ, ഒരു ശതമാനം ഉണ്ടല്ലോ, അത് മതി അളിയ, നമുക്ക് എന്തായാലും പോയേ പറ്റൂന്ന് ബൈജു പറയുവാണ്. കിരൺ പറയാ, എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ തന്നെ അങ്ങ് പോയേക്കാം, ഇനി അതൊരു സംശയമായി ആരും മനസ്സിൽ കൊണ്ടുനടക്കണ്ട, എൻ്റെ വിശ്വാസത്തിൽ ഇനി ഗംഗാപ്രസാദും സ്റ്റെഫിയും ഉപദ്രവം ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പെന്ന് കിരൺ പറയുവാണ്. പിന്നെ പേടിക്കേണ്ടത് അവരുമായി ബന്ധപ്പെട്ട ഗുണ്ടകളെയാണ്, കാരണം അവരെന്നെയും ലക്ഷ്മിയമ്മയൊക്കെ പലവട്ടം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന ഗംഗാപ്രസാദ് കിടക്കുന്ന കേട്ടോ. അപ്പം മരുന്ന് പുരട്ടിക്കൊണ്ട് മറ്റേ വൈദ്യരുടെ മോളുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് വൈദ്യരും ഭാര്യയും കൂടി കയറി വരുവാണ് കേട്ടോ. അപ്പോൾ പറയുകയാണ്, പിന്നെ ബാബ എന്ന് പറഞ്ഞതാണ് വൈദ്യരെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ബാബ പറയുകയാണ്, എങ്ങനെയുണ്ട് മോളെ? അപ്പം മോള് പറയാം, പിന്നെ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെന്നുള്ള എന്നെ എഴുതി കാണിച്ചു, അപ്പോൾ മോളതൊന്ന് വായിക്കുമെന്ന് പറയുമ്പോൾ, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, മൃഗങ്ങളുടെ പടം പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, വന്ന സമയത്ത് വന്യജീവികളെ ആക്രമിക്കുന്ന കുറേ ആൾക്കാർ എന്നെ പിന്തുടർന്നിരുന്നു, അവരെന്നെ ആക്രമിച്ച് ചതച്ചു, കൊക്കയിലേക്ക് എറിഞ്ഞു, കൊക്കയിൽ വീണപ്പോഴാണ് എൻ്റെ ശബ്ദം പോയെന്ന് പറയുവാണേ. അപ്പോൾ ബാബ പറയാം, അങ്ങനെയാണല്ലോ, എനിക്കും തോന്നിയിരുന്നു എന്ന് പറയുകയാണ്. അല്ലാതെ ഇങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മോൾക്കറിയാവോ, ഈ കാട് കയ്യേറ്റം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കെതിരെ ചിലപ്പോൾ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുന്ന ആളായിരിക്കും, അപ്പോൾ അങ്ങനെയൊക്കെ വാർത്ത കൊടുക്കുമല്ലോ, അങ്ങനത്തെ ആരെങ്കിലും ആയിരിക്കും എന്ന് ഈ ബാബ പറയുവാണേ. മൃഗങ്ങളുടെ പടം പിടിക്കാൻ വരുന്ന ഒരാളായതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും കാണാതെ വരുവാണെങ്കിൽ ഇവിടെ മൃഗങ്ങൾ പിടിച്ച് ചത്തുപോയെന്നങ്ങ് വിചാരിക്കുകയും ചെയ്യും, അതായിരിക്കും അവർ ഉപദ്രവിക്കാൻ വന്നവരുടെ ലക്ഷ്യം എന്ന് പറയുക. എന്നിട്ട് പറയുക, എന്തായാലും നമുക്ക് കുറച്ച് ശബ്ദം തിരിച്ചു കിട്ടാനുള്ള മരുന്നുകളൊക്കെ കൂടി കഴുത്തിലൊക്കെ പുരട്ടാം. അപ്പോൾ പിന്നെ പുള്ളിയുടെ ഭാര്യ പറയുവാണ്, അതെ, പിന്നെ ഇനി ഫോറസ്റ്റുകാർ വന്നാൽ പോലും ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറയണ്ട, കാരണം അങ്ങേറെ ജീവത്തിന് എന്തെങ്കിലും അപകടം പറ്റിയാലോ, കാരണം ഫോറസ്റ്റുകാർ ഈ വരുന്ന മൃഗങ്ങളെ പിടിക്കാൻ പറ്റുന്നവരുമായിട്ടൊക്കെ നല്ല പൈസ മേടിച്ചുള്ള സഹകരണമൊക്കെ കാണും, അപ്പോൾ ഇയാളെ ഇനി കൊല്ലാൻ സാധ്യത ഉണ്ടാവില്ലേ എന്ന് പറയാം. അപ്പോൾ ഭാവയും പറയും, ശരിയാ, അതാ, ഇനി മോള് എല്ലാ കാര്യങ്ങളും നോക്കി നന്നായിട്ട് ചെയ്തു, അപ്പോൾ ഞങ്ങൾ പോകാം, നമുക്കിനി ആരോടും പറയണ്ടെന്ന് പറയുവാണ്. ഇരിക്കേണ്ട കേട്ടോ, കാട്ടുമൂപ്പൻ്റെ വീട്ടിലേക്ക് ആരും വരത്തില്ല, അതിനുള്ള ധൈര്യമൊന്നും ആർക്കുമില്ല എന്ന് മൂപ്പൻ്റെ മോള് പറയുവാണേ. അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ മരുന്നൊക്കെ പുരട്ടി കൊടുക്കുമ്പോൾ ഗംഗ ചിരിക്കുവാണ്. അപ്പോൾ അവൾ ചോദിക്കുക, എന്താ ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലയെന്ന് തലയാട്ടി കാണിക്കുവാണ്. അപ്പോൾ അവൾ പറയണേ, ഞങ്ങൾ ഈ കാട്ടിൽ താമസിക്കുന്നവർക്ക് സ്നേഹിക്കാൻ അറിയാവുള്ളൂ, ഞങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും ഇല്ല എന്ന് പറയുവാണ്. അപ്പോൾ ആ കുട്ടി ചോദിക്കും, അതേ പേര് പറഞ്ഞില്ലല്ലോ, പേരെഴുതി കാണിച്ചില്ലല്ലോ, അപ്പോൾ അതൊന്നും എഴുതി കാണിച്ചുകൂടെയെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഗംഗ എഴുതാൻ വേണ്ടിയിട്ട് പേപ്പർ ചോദിക്കുവാണേ. ആഹാ, വിനായകനല്ലേ, കൊള്ളാലോ, ഞാനപ്പോൾ വിനേട്ടാന്ന് വിളിച്ചോളാന്ന് പറയാം. അപ്പോൾ നേരെ വേലു കയറി വരുമോ. വേലു ചോദിക്കുക, ആരാ, വിനേട്ടനോ? വേലുവേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കുവാണ്. ഈ ചേട്ടൻ്റെ പേര് വിനായകൻ എന്നാണ്, അപ്പം ഞാൻ വിനേട്ടാന്ന് വിളിക്കുമെന്ന് പറയുമ്പോൾ, പേരിലൊന്നും ഒരു കാര്യമില്ല എന്ന് വേലു പറയുവാണ്. നല്ല പേരല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, പിന്നെ നല്ല പേര്, പിന്നെ അല്ലെങ്കിലും വേലുവേട്ടന് എല്ലാവരോടും അസൂയയാണ്, വേലായുധൻ എന്ന പേരിനേക്കാളും നല്ലതാണ് വിനായകൻ.
എന്നിങ്ങനെ അവൾ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ വേലുവിനാണ് നല്ല ദേഷ്യവും വരുന്നുണ്ട്. എന്നിട്ട് അവൾ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേലു പറയാ, വിനായകൻ സാറേ അതേ ഞാൻ കെട്ടാൻ പോണ പെണ്ണ അവൾ ചിരിച്ച് കളിച്ചു എന്ന് വെച്ചിട്ട് അവളുടെ മനം കവരാൻ നിൽക്കരുത് സാറിന് അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാട്ടിക്കിടന്നപ്പോൾ രക്ഷിച്ചത് ഞാനാണ്, അത് ഓർമ്മ വേണമെന്ന് പറയുവാണ്. പിന്നെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് വരുന്നവരെയൊക്കെ ഞങ്ങൾക്ക് പേടിയാണ്, കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഭയങ്കര ദുഷ്ടന്മാരായിരിക്കും ഈ നാട്ടിൽ നിന്ന് വരുന്നവരെന്നൊക്കെ വേലു പറയുവാണ്. അപ്പോൾ വേലു ഇങ്ങനെ കൈ വയ്യ എന്നുള്ള രീതിക്ക് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേലു വന്നിട്ട് മറ്റേ കിഴി വെക്കുവാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ. അവിടെ വന്നിരുന്നിട്ട് നേരെ കിഴി ഭയങ്കര ശക്തിയായിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഗംഗയ്ക്ക് അത് ഇച്ചിരി വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗംഗ പറഞ്ഞു, നിൻ്റെ അമർഷം കംപ്ലീറ്റ് മനസ്സിൽ പറയുവാണ് കേട്ടോ. അപ്പം നിൻ്റെ പെണ്ണിനെ ഞാൻ കാണിച്ചു തരാടാന്നൊക്കെ ഗംഗ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയുടെ സീനാണ് കേട്ടോ. നിറയെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു ബോക്സ് തുറക്കുന്നതാണ് കാണിക്കുന്നത്. ഓരോ ആഭരണങ്ങൾ എടുത്തിട്ട് കല്യാണി ഇങ്ങനെ കരയുക, കാരണം കല്യാണിയുടെ അമ്മയുടെ സ്വർണ്ണമാണത്. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ വരുമ്പോൾ എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ പറയാം, ഇത് അമ്മയുടെ സ്വർണ്ണങ്ങളാണ്, ഞാനും കിരണേട്ടനും പല വർഷങ്ങളായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്, പിന്നെ കിരണേട്ടന് അമ്മ വാങ്ങിച്ചു കൊടുത്തതുമുണ്ട്. ഇത് അമ്മയ്ക്ക് സ്വർണ്ണത്തിനോട് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ പ്രകാശൻ പറയും, ഞാനും പിന്നെ അവളും കൂടെ ദീപയും കൂടെ വിവാഹബന്ധം വേർപെട്ട ദിവസം കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേക്ക് അവൾ എനിക്ക് താലിമാല പൊട്ടിച്ചിട്ട് മുഖത്ത് എറിഞ്ഞിരുന്നു. അത് എൻ്റെ മോന് കൊടുത്തിട്ട് അവൻ എങ്ങോ കൊണ്ട് വിറ്റിട്ട് അവൻ അടിച്ച് പൊളിച്ച് പപ്പടാക്കി തീർത്തു. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായത് നമ്മുടെ പ്രകാശൻ കല്യാണോട് പറയുവാണ് കേട്ടോ ചെയ്യുന്നത്. പ്രകാശൻ ഇപ്പോൾ അതിനൊക്കെ ഓർത്തിട്ട് ഭയങ്കര കുറ്റബോധമുണ്ട്. അപ്പം ഞാൻ കരുതുവാണ് വെച്ചാൽ മരിച്ചവരുടെ സ്വർണ്ണം ഇങ്ങനെ വീടുകളിൽ വെക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് പുതിയ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ച് കാർത്തികേച്ചിക്ക് കൊടുക്കാമെന്നാണ് കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് പ്രകാശിനോട് കല്യാണി പറയുവാണ്. കാർത്തികയ്ക്ക് ആവശ്യമുള്ള സ്വർണം ലോക്കറിലുണ്ട്, എന്നാലും അമ്മയുടെ സ്വർണം മാറ്റി വാങ്ങുന്നതാണെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്നൊരിക്കലും അവൾ പറയില്ല. അതുകൊണ്ട് നല്ല കാര്യമാണ് മോളെ, ഇത് ചെയ്യണമെന്ന് പ്രകാശൻ പറയുവാണ്. അപ്പോൾ കല്യാണി പറയണം, അച്ഛാ നയനയെ ഒന്ന് വിളിക്കണം, നയനയുടെ ജ്വല്ലറിയിൽ നിന്നാണ് എടുക്കുന്നത്. നയന എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു കാർത്തികേച്ചിക്ക് ആവശ്യമുള്ള സ്വർണ്ണം അവിടെ നിന്ന് എടുക്കണമെന്ന്. പിന്നെ ഞാനും കിരണേട്ടനും അമ്മയ്ക്ക് പല സ്വർണ്ണങ്ങളും മേടിച്ച് കൊടുത്തത്, നെക്ലസ്സൊക്കെ വാങ്ങിച്ചത് നയനയുടെ ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പ്രകാശൻ പറയാം, അത് നന്നായി മോളെ, നയനയ്ക്ക് ആകുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, സ്വർണ്ണത്തിൻ്റെ ഫാഷനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പോൾ ഉറപ്പായിട്ട് അവിടെ തന്നെ മേടിച്ചാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കല്യാണിക്ക് നല്ല സങ്കടമുണ്ട്, പ്രകാശനും നല്ല സങ്കടമുണ്ട് കേട്ടോ. അപ്പം കല്യാണി പറയുകയാണ്, ഈ മാല കണ്ടോ വെച്ചാൽ ഈ മാല വാങ്ങിച്ച കഴിഞ്ഞ പിറന്നാളിനിട്ട മാലയാണ്, ഒരൊറ്റ വട്ടം ഇട്ടിട്ടുള്ളൂ. അമ്മ അതിന് ശേഷം ഒരു വട്ടം ഇട്ടല്ലോ മോളെ, ഇനി മോൾ ഉപയോഗിച്ചാൽ മതി എന്നും പറഞ്ഞ് എനിക്ക് മോൾ എടുത്തോന്നും പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതാണ് എന്ന് കല്യാണി പറയുകയാണ് കേട്ടോ. അപ്പോൾ പ്രകാശനും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കൂട്ടുകാരെ എല്ലാവരും ഈ എപ്പിസോഡ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ.